ഹലോ ദിസ് ഇസ് നിതിൻ സെറാസ്. മിസ്റ്റർ യൂണിവേഴ്സ് ഇന്ത്യ കോമ്പറ്റീഷനിൽ ലാസ്റ്റ് 15 ഡേയ്സ് കവർ ചെയ്തുകൊണ്ടുള്ള ഈ വീഡിയോ സീരീസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാഹുൽ ഇന്ന് 11 ഡേയ്സ് ഔട്ടാണ് കോമ്പറ്റീഷന് മുമ്പായിട്ട്. ഇനി 11 ദിവസമാണ് ഉള്ളത്. അപ്പോൾ അതിൽ അവസാനത്തെ ഒരു 10 ദിവസത്തേക്ക് നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നമുക്ക് രാഹുലിൻ്റെ ചെക്ക് ഇൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഞാൻ രാഹുലിൻ്റെ ചെക്ക് ഇൻ വീഡിയോ നോക്കി. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് രാഹുലിൻ്റെ പ്രോഗ്രസ്സിൽ. നമ്മൾ വരുത്തുന്ന ഓരോ ചേഞ്ചസിനോടും ഓരോ ചെറിയ ചേഞ്ചസിനോടും രാഹുലിൻ്റെ ബോഡി വളരെ നന്നായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ട്രെൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ലീപ്പ് ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നമ്മുടെ എല്ലാം കറക്റ്റായിട്ട് പോകുന്നതിനനുസരിച്ച് രാഹുലിൻ്റെ ബോഡി സ്ലോലി ഡ്രൈ ഔട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വർക്ക് ലോഡ് കുറച്ചിരുന്നു ഈ പറഞ്ഞ പോലെ. ഇനി നമ്മൾക്ക് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാക്ക് എന്താണെന്ന് നോക്കാം. നമ്മളതിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ ലാസ്റ്റ് 10 ഡേയ്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ക്ലെൻബ്യൂട്രോൾ 60 mcg per day നോ ചേഞ്ചസ് ആണ്. T3 നോ ചേഞ്ചസ്, 50 mcg per day. ആർമിഡെക്സ് അഗൈൻ നോ ചേഞ്ചസ്, 1 mg per day ആണ്. ട്രെൻഡ് 10 mg per day. അത് നമ്മൾ കോമ്പറ്റീഷൻ്റെ തലേ ദിവസം വരെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. പിന്നെ ഗ്രോത്ത് ഹോർമോൺ 2 IU per day ആണ്. അത് ചിലപ്പോൾ നമ്മൾ കോമ്പറ്റീഷന് കുറച്ച് ദിവസം മുമ്പ് നിർത്തും, ചിലപ്പോൾ നിർത്തിയില്ലെന്ന് വരും. എന്താണെന്നുള്ളത് ഡിസിഷൻ രാഹുലിൻ്റെ നമ്മുടെ പീക്ക് വീക്കിൽ ലുക്ക് അനുസരിച്ച് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈസിയസ്റ്റ് ആയിട്ട് മൈ ഫേവറേറ്റ് തിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ, സ്റ്റോപ്പ് ചെയ്യില്ല. ഇനി നമ്മൾ പുതിയതായിട്ട് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ സ്റ്റെനാസോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് 10 ഡേയ്സ് നമ്മൾ സ്റ്റെനാസോൾ ഇടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇഞ്ചെക്ഷൻസ് ആണ് നമ്മൾ ആദ്യം ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചെക്റ്റബിൾ സ്റ്റെനാസോൾ നമ്മൾ 150 mg per day ആണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 150 mg per day കൊടുക്കാനായിട്ട് ഇടാനായിട്ട് രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ടെസ്റ്റോസ്ട്രോണും മാസ്ട്രോണും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡോസേജ് നമ്മൾ സ്റ്റെനാസോൾ വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനം, ഒരുപാട് പേര് ഇങ്ങനെ ആഡ് ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതൊരു പ്രചാരത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നാട് വിട്ടിട്ട് ഒരു 10 കൊല്ലമായി. ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ അനാഡ്രോ ആണ്. 50 mg per day ആണ് ഇപ്പം ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഹാഫ് ടാബ് മോർണിംഗ്, ഹാഫ് ടാബ് ഈവനിങ് ആയിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സാധനം ഹേലോ ടെസ്റ്റിനാണ്. എല്ലാവർക്കും അറിയാം ഹേലോ ടെസ്റ്റിനാണ് എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് അല്ലേ. നമുക്ക് ആ ഒരു ഹാർഡ് ലുക്ക് കിട്ടാൻ വേണ്ടി. അത് തന്നെ കൊടുത്തിരിക്കുന്നത് 5 mg per day. വലിയ ഡോസൊന്നും കൊടുത്തില്ല, ഒറ്റ ടാബ് ഡെയിലി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനാഡ്രോൾ എന്തിനാണ് ആഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പീക്ക് വീക്ക് പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അന്നേരം ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പം PEDസിൽ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ്. വർക്കൗട്ടിൽ നമ്മൾ ഓൾറെഡി ഈ വീക്കിൻ്റെ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈഡേ മോർണിംഗ് വരെ വർക്കൗട്ടുള്ളൂ, ഫ്രൈഡേ ആഫ്റ്റർനൂൺ വർക്കൗട്ടില്ല, സാറ്റർഡേ സൺഡേ ഓഫ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൺഡേ തൊട്ട് നമ്മൾ പീക്ക് വീക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ ഉള്ള ആ ഒരു ന്യൂ പിന്നെ സ്കെഡ്യൂളായിരിക്കും വർക്കൗട്ടിന് ചെയ്യുന്നത്. കാരണം നമ്മൾ ആ സമയത്ത് ഗ്രോ ചെയ്യാനോ വേറെ ഒന്നിനും തന്നെ ഉദ്ദേശിക്കുന്നില്ല. റിക്കവർ ചെയ്യണം നമ്മുടെ പ്രയോറിറ്റി. പിന്നെ നമ്മുടെ വാട്ടർ ഇൻടേക്ക് 6 ലിറ്റർ per day ആണ്. സോൾട്ട് ഇൻടേക്ക് 25 gram per day ആണ്. അതൊക്കെ നമ്മൾ സ്റ്റേബിളായിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാർഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞ 10 minutes, 5 minutes ബിഫോർ, 5 minutes ആഫ്റ്റർ വർക്കൗട്ട്. ഇത്ര നമ്മളിപ്പോൾ ആകെ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് ഇതൊക്കെയാണ്. ഞാൻ വീണ്ടും ഒന്നും കൂടെ പറഞ്ഞ പോലെ സ്റ്റെനാസോളും അനാഡ്രോളും ഹേലോ ടെസ്റ്റിനും നമ്മൾ ആഡ് ചെയ്യുകയും നമ്മുടെ മാസ്ട്രോണും ടെസ്റ്റോസ്ട്രോണും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്ലീപ്പ് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സപ്ലിമെൻറ്റ് ഞാൻ രാഹുലിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സപ്ലിമെൻറ്റ് എല്ലാം നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് ആണ്. അതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടും കൂടുതൽ കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നൊരു സപ്ലിമെൻറ്റ് സ്റ്റാക്ക് ഉണ്ട് സ്ലീപ്പിന് വേണ്ടിയിട്ട്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ കൂടുതൽ വീഡിയോസ് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ വരുന്ന വീഡിയോസിൽ അത് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇനിയും ഏകദേശം ഒരു 10ഓളം വീഡിയോസ് ഈ സീരീസിൽ വരാനുണ്ട്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ കാണാം. സിയ.